ഇല്ല, വോട്ടൊന്നും തങ്ങളിപ്പോ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും തങ്ങള് ഹജ്ജ് കഴിഞ്ഞെത്തിയതിനു ശേഷം ഇന്ന് ഇവിടെ പ്രചരണത്തിന് തങ്ങളെത്തിയപ്പോ പാർട്ടിയുടെ നയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ തങ്ങളുടെ പരിപാടി ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ കുടുംബയോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും. ആ കോൺഫിഡൻസ് UDF ക്യാമ്പിൽ വളരെ പ്രകടമാണ്. UDFന് വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടും, ആരെങ്കിലും ഭിന്നിപ്പിക്കും, അങ്ങനൊന്നുള്ള യാതൊരു പേടിയില്ല. ഒരു UDF ട്രെൻഡ് ആണ് ഈ ബൈ ഇലക്ഷനിൽ ഉള്ളത് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരം യാതൊരു പേടി. ജനങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ആധാരമായത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞാണ് സിറ്റിംഗ് MLA രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം ജനകീയ പ്രശ്നങ്ങളാണ്, മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ തങ്ങൾ ഇവിടെ പറഞ്ഞ വികസന പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ജനങ്ങളുടെ മനസ്സിൽ അതാണുള്ളത്. ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു സമയത്ത്, പുലി പിടിച്ചു നിന്ന ഒരു സമയത്ത് വേറെ എന്ത് ചർച്ച ചെയ്യാനാണ് ഈ മലയോര ജനത? അങ്ങനെ 100 പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതിലപ്പുറമുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോ ഇവിടെ പലരും പല സമയത്തും പലതും പറഞ്ഞ് പ്രശ്നമാക്കുന്നു എന്നല്ലാതെ അതൊന്നും ജനകീയ പ്രശ്നങ്ങളല്ല. ഇപ്പൊ ഒരു അന്തർദേശീയ പ്രശ്നം വന്നത് ഇസ്രായേലിന്റെ വിഷയം. ഇസ്രായേലിന്റെ വിഷയം അത് ലോക സമാധാനത്തിന് ഭീഷണി തന്നെയാണ്. ഇസ്രായേലിന്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, അത് അറബ് വംശത്തിന് അവകാശപ്പെട്ട പ്രദേശമാണ് ഇസ്രായേലിന് അന്ന് കൊടുത്തിട്ടുള്ളത്. ഇസ്രായേൽ ആയി രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് തന്നെ ലോകത്ത് അക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ 1.5 വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനെതിരെ ശബ്ദിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോ അവർ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര മര്യാദകൾക്ക് എതിരാണ് ഇസ്രായേൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമം എന്ന് പറയുമ്പോൾ അന്യായമായി മറ്റൊരു രാഷ്ട്രത്തെയും ആക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളത്. ഇവിടെ ഇസ്രായേൽ അത് നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇറാനും ആ രീതിയിൽ പ്രതിരോധിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഉണ്ടാവുക ലോക സമാധാനത്തിനാണ് പിന്നെ ഭീഷണി ഉണ്ടാവുക. അപ്പോ ഈ ലോക സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും വിട്ടുനിൽക്കണം എന്നാണ് പറയാനുള്ളത്. ആക്രമിക്കുന്ന അക്രമത്തിന് തുടക്കം കുറിക്കുന്ന രാജ്യങ്ങൾ അവരാണ് ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. ഇപ്പോൾ ലോകത്ത് ഇസ്രായേലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്രമിയായ ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ ഭരണം. അല്ല, അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയുടെ പാരമ്പര്യം അത് പലസ്തീനിലെ മർദ്ദിത ജനതയോടൊപ്പം നിന്ന ആ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ അപ്പുറമുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ വേറെ ആർക്കും പറയാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പലസ്തീൻ കോസ് ഏറ്റവും അധികം ലോകത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, അത് ഇവിടുത്തെ സബ്ജക്ട് തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട ഒരു വിഷയമല്ല. അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യസ്നേഹികളും പറയേണ്ട പ്രശ്നമാണ്. വേണ്ട വിധം ഞങ്ങൾ ക്ലിയർ ചെയ്തതാണല്ലോ. വെൽഫെയർ പാർട്ടി നേരത്തെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു, ഇപ്പൊ UDFന് പിന്തുണ കൊടുത്തു. അത്രേ ഉള്ളൂ, അതിന്റെ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. അവരവരുടേതായ
ഞാൻ പറയാം എല്ലാരും കൂടി ചോദിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. അല്ല വേണ്ട, കൺഫ്യൂഷൻ ആവലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത മറുപടി തരാം. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരും കൂടി വേളം വെച്ച് നോക്കേണ്ട കാര്യമില്ല. തങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ ഇടതുപക്ഷത്തിനായിരുന്നു അവരെ പിന്തുണ, ഇപ്പൊ UDF-നാണ്. അത് അവര് കൊടുത്തതാണ്. അത് വളരെ ക്ലിയറായി അവരാണ് നിലപാട് മാറ്റിയത്. അത് ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്രസക്തമായ കാര്യങ്ങൾ പറയണ്ട. അങ്ങനല്ല ഞങ്ങള് വേദിയിൽ മക്കത്തുനിന്ന് സംസാരിച്ചിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മുഹൂർത്തത്തില് UDF-ന് ഉറച്ച ആ പിന്തുണ ഉണ്ടല്ലോ, ആ UDF-ന്റെ വിജയം ഉറച്ച സാഹചര്യത്തില് ഒരു ഡൈവേർഷൻ കൊണ്ട് ഇനി ആർക്കും ഇവിടെ മെച്ചുണ്ടാകാൻ പോകില്ല. UDF ഏതാ കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും. തീർച്ചയായും മലപ്പുറത്താകുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. കൂടുതൽ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് പറഞ്ഞ വളരെ കറക്റ്റ്. മലപ്പുറത്താകുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും, കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും. UDF-ന്റെ അഭിമാന പോരാട്ടമാണ്. UDF-ന്റെ ഭാഗമായിട്ട് ലീഗിന്റെ അഭിമാന പോരാട്ടമാണ്. ലീഗ് അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. 16-ാം തീയതി 16 ഇവിടെ വരുന്നുണ്ട്. ഇനി മറുപടി വേണ്ട. അത് ആവശ്യത്തിന് മറുപടി ആയിരിക്കും. നിങ്ങൾ വേറെ അല്ല